ബംഗ്ലാദേശിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണം ഞെട്ടിക്കുന്നതെന്ന് ബി.ജെ.പി. നേതാവ് അമിത് മാളവ്യ. യൂനിസ് സർക്കാരിന്റെ കീഴിൽ ജനക്കൂട്ടം സിരാജ്ഗഞ്ചിലെ ടാഗോറിന്റെ ചരിത്രപ്രസിദ്ധമായ വസതി നശിപ്പിച്ചു. ടാഗോറിന് നേരെ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും വസതി തല്ലിത്തകർക്കുകയും ചെയ്തു. ഇത് ബംഗ്ലാദേശിന്റെ സാംസ്കാരിക പൈതൃകത്തോടുള്ള നിന്ദയും ആക്രമണവുമാണെന്ന് അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. അതേസമയം സമാന സാഹചര്യമാണ് മമതാ ബാനർജിയുടെ കീഴിൽ ബംഗാളിലും നടക്കുന്നതെന്നും അമിത് മാളവ്യ വിമർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലെ രവീന്ദ്രനാഥ ടാഗോറിന്റെ വസതിക്ക് നേരെ ആൾക്കൂട്ട ആക്രമണമുണ്ടായത്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചാണ് ബി.ജെ.പി. നേതാവ് അമിത് മാളവ്യ യൂനിസ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ടാഗോറിന്റെ വസതിക്കു നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണം വളരെ ഞെട്ടിക്കുന്നതാണെന്നും സാംസ്കാരിക പൈതൃകത്തോടുള്ള തുറന്ന ആക്രമണമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ടാഗോർ ലോകത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ടാഗോറിന്റെ വസതിക്കു നേരെ ഇരച്ചെത്തിയ ആൾക്കൂട്ടം അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. ടാഗോറിന്റെ വസതി തല്ലി തകർത്തു. ബംഗ്ലാദേശിൽ ടാഗോറും അദ്ദേഹത്തിന്റെ ആദർശങ്ങളും സുരക്ഷിതമല്ലെന്നും അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. ഇന്നലെ മ്യൂസിയം പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ട് ജീവനക്കാരും സന്ദർശകനും തമ്മിലുണ്ടായ തർക്കമാണ് പ്രാദേശിക സംഘർഷത്തിന് വഴിവെച്ചത്. ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യമാണ് മമതാ സർക്കാരിന്റെ കീഴിൽ ബംഗാളിലും നടക്കുന്നത്. ക്ഷേത്രങ്ങൾക്കു നേരെയും ഹിന്ദുക്കൾക്കു നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പാരമ്പര്യവും സംസ്കാരവും വിശ്വാസങ്ങളും അടിച്ചമർത്തപ്പെടുകയാണെന്നും അമിത് മാളവ്യ വിമർശിച്ചു. നാഷണൽ ഡെസ്ക്, ജനം.